ഹായ് ഓൾ, അസ്സലാമലൈക്കും, ഗുഡ് ഈവനിങ്, വെൽക്കം ബാക്ക് ടു ന്യൂസ് വേൾഡ്. എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിക്കുകയാണ്. ഈ വർഷത്തെ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നല്ല നന്മയും സന്തോഷവും നിറഞ്ഞ ഒരു പുതുവർഷം ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാ കേക്കിനും ബേസായിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതെങ്ങനെ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ഇല്ലാതെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ നോക്കിയിട്ട് വരാം. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം കാണുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കിയിട്ട് വരാം. ഇനി നമുക്ക് കേക്ക് റെഡിയാക്കി തുടങ്ങാം. അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. ഞാനിവിടെ 250 ml കപ്പിന് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്, 2 പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് സീവ് ചെയ്തെടുക്കാം. ഒരു തവണ സീവ് ചെയ്തെടുത്താൽ മതി, കാരണം നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കുന്നില്ല. നിങ്ങൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ചേർക്കുന്നുണ്ട് എങ്കിൽ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ വേണ്ട, 1 ടീസ്പൂണിൻ്റെ കുറച്ച് കുറവായിട്ട് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുക. അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് 2-3 തവണ സീവ് ചെയ്തെടുക്കണം. കാരണം ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ മൈദയുടെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ സീവ് ചെയ്തെടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഞാനതൊന്നും ചേർക്കാത്തതുകൊണ്ട് ഒറ്റ തവണ മാത്രമേ സീവ് ചെയ്യുന്നുള്ളൂ. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി വെറ്റ് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ട് റെഡിയാക്കി തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ 4 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ കയ്യിൽ വനില എസൻസ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് 2 ഏലക്കായ ചതച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്യാൻ പോവുകയാണ്. ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാനിവിടെ 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തത്. നിങ്ങൾ പൊടിച്ച പഞ്ചസാരയാണ് എടുക്കുന്നതെങ്കിൽ 1 കപ്പ് എടുക്കണം. ഞാൻ പൊടിക്കാത്തതായതുകൊണ്ടിട്ട് 1/4 കപ്പാണ് എടുക്കുക. അപ്പോൾ ഇനി ഇത് ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കുറേശ്ശെ ആയിട്ട് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നല്ല ഫ്ലഫി ആയി കിട്ടുന്നത് വരെ ബീറ്റ് ചെയ്യണം. അവിടെയാണ് നമ്മളെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇടയിൽ പഞ്ചസാരയും ചേർത്ത് അപ്പോൾ ഞാനിത് നന്നായിട്ട് ഫ്ലഫി ആക്കി എടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ബീറ്റർ പൊക്കിയെടുക്കുമ്പോൾ റിബൺ കൺസിസ്റ്റൻസിയിൽ വീഴണം. അതാണ് അതിൻ്റെ പെർഫെക്റ്റ് സ്ട്രക്ചർ. എത്രത്തോളം ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റുമോ അത്രത്തോളം ബീറ്റ് ചെയ്തെടുക്കുക. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ല എങ്കിൽ പേടിക്കേണ്ട, വിസ്ക് ഉപയോഗിച്ചിട്ടോ ഫോർക്ക് ഉപയോഗിച്ചിട്ടോ ഇതേ രീതിയിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ കുറച്ച് ടൈം എടുക്കുന്നു മാത്രം. ബീറ്റർ ആകുമ്പോൾ പെട്ടെന്ന് കഴിയും. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് ഓയിലാണ്. ഓയിൽ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓയിൽ ഒഴിച്ച് കൊടുത്താൽ ഒരുപാട് ടൈം ബീറ്റ് ചെയ്തെടുക്കരുത്. ഒന്ന് മിക്സായി കിട്ടുന്ന വരെ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരുപാട് തവണ സ്പീഡിൽ ഇട്ട് ഒന്നായിട്ട് ഇളക്കി എടുക്കരുത്. അപ്പം ബീറ്റ് ചെയ്ത് വെച്ച ഈ മിക്സ് താന്ന് പോകും. അപ്പം നമ്മുടെ കേക്കും പൊങ്ങി കിട്ടില്ല. ഇവിടെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. സാവധാനം കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒരേ ഡയറക്ഷനിൽ മിക്സ് ചെയ്തെടുക്കുക. അടിയിൽ നിന്ന് മുകളിലേക്ക് ചെയ്യുന്ന രീതിയിൽ അതേ രീതിയിൽ ചെയ്തെടുക്കുക, ഒരേ ഡയറക്ഷനിലേക്ക്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോഴിതാ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്യാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ കേക്ക് ടിന്നിലാണ് ബേക്ക് ചെയ്യുന്നത്. അതിലേക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്യുന്നത് അതിലാദ്യം കുറച്ച് ഓയിൽ തടവി കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ബട്ടർ പേപ്പറൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിവിടെ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ടിട്ട് ബട്ടർ പേപ്പറൊന്നും യൂസ് ചെയ്തിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇനി കേക്കിൻ്റെ മിക്സൊക്കെ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം. അത്രത്തോളം നിങ്ങൾക്ക് ടാപ്പ് ചെയ്തെടുക്കാൻ പറ്റുമോ അത്രത്തോളം ടാപ്പ് ചെയ്തെടുക്കുക. ഉള്ളിൽ കുടുങ്ങി കിടക്കുന്ന എയർ ബബിൾസൊക്കെ പുറത്ത് വരാൻ ഇത് സഹായിക്കും. അതുകൊണ്ട് മാക്സിമം ടാപ്പ് ചെയ്ത് കൊടുക്കുക. ടാപ്പ് ചെയ്ത് കൊടുത്തെന്ന് വിചാരിച്ചിട്ട് ബാറ്റർ താന്ന് പോകുമൊന്നുമില്ല കേട്ടോ. അത് പേടിച്ചിട്ട് ടാപ്പ് ചെയ്യാണ്ടിരിക്കണ്ട.
ബാറ്ററിനൊന്നും സംഭവിക്കില്ല. നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് ഇനി നമുക്ക് ബേക്ക് ചെയ്യാൻ തുടങ്ങാം. ഞാനിവിടെ ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു പഴയ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റോളമായി വെച്ച് കൊടുത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. സിമ്മിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി. നമ്മളെ ടാപ്പിംഗ് ഒക്കെ കഴിയുമ്പോഴേക്ക് അതവിടെ ചൂടായി വരും. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ അടപ്പിട്ട് കൊടുക്കണം. ഇതിൻ്റെ അടപ്പിനൊരു ഹോളുണ്ട്. അപ്പോൾ ഞാനത് ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അടച്ച് കൊടുത്തിട്ടുണ്ട്. അത് അടച്ചിട്ടില്ല എങ്കിൽ കേക്ക് പൊങ്ങി വരും. പൊങ്ങലൊരു ഷേപ്പ് ഇല്ലാതായി മാറും. അപ്പോൾ നന്നായിട്ട് അടച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയൊരു 45 to 50 മിനിറ്റ് വരെ വളരെ സിമ്മിൽ വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ അതാ പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ചൊന്ന് ചൂടാറിയിട്ട് ഞാൻ ഡീമോൾഡ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ കേക്കൊക്കെ നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാം, നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ഞാനിതിൽ ഉപയോഗിച്ചിട്ടില്ല. എന്നിട്ട് നല്ല പെർഫെക്റ്റ് സ്പോഞ്ച് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് എത്രത്തോളം സോഫ്റ്റാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ നടുഭാഗം കണ്ടില്ല, എൻ്റെ ചെറിയ മോന് ഞാൻ കേക്ക് പാകമായിട്ടൊന്ന് സ്ക്വയർ എടുത്ത് കുത്തി നോക്കുന്ന അവന് കാണാറുണ്ട്. എന്നിട്ട് അവന് ഞാൻ കിച്ചണിൽ നിന്ന് പോയ ടൈം നോക്കി അങ്ങനെ കുത്തി കൊടുത്തിട്ട് ഓട്ടമായതാണത്. കണ്ടില്ല, എത്രത്തോളം സോഫ്റ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ബേക്കിംഗ് പൗഡർ ഒന്നും ഇല്ലെങ്കിൽ നല്ല സ്പോഞ്ച് കേക്ക് റെഡിയാക്കാൻ പറ്റും. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അപ്പോൾ പുതിയ പുതിയ വിഭവങ്ങളുമായി വീണ്ടും കാണും വരെ അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.